നമസ്തേ. ഒരു പ്രോപ്പർട്ടി ഡീലറായ 24-കാരി, ഒപ്പം ഇന്ത്യൻ വ്യോമസേനയിലെ ഉദ്യോഗസ്ഥനായ ഭർത്താവും. ആർക്കും കൊതി തോന്നുന്ന സുരക്ഷിതമായ ജീവിതമായിരുന്നു അവളുടേത്. എന്നാൽ ബിസിനസ് ആവശ്യത്തിനെന്ന് പറഞ്ഞ് ഒരു ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി അവൾക്ക് നൽകിയ ആ ഒരു ഗ്ലാസ് ജ്യൂസ് അവളുടെ ജീവിതം മാറ്റിമറിച്ചു. ബോധം വീണ്ടെടുത്തപ്പോൾ അവൾ വീണത് മയക്കുമരുന്നിന്റെയും ബ്ലാക്ക് മെയിലിംഗിന്റെയും ഒടുവിൽ ആഭിചാര ക്രിയകളുടെയും ക്രൂരമായ ഒരു ചതിക്കുഴിയിലേക്കായിരുന്നു. നീണ്ട 16 മാസങ്ങൾ അവൾ അവിടെ ശ്വാസം മുട്ടി ജീവിച്ചു. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് സ്വന്തമായി കാലുറപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ആ 24 വയസ്സുള്ള യുവതി. ബിസിനസ് ആവശ്യങ്ങൾക്കിടയിലാണ് അവൾ 26-കാരനായ അയ്യാസ് താജ് മദാരയെ പരിചയപ്പെടുന്നത്. പ്രോപ്പർട്ടി ഡീലുകൾ സംസാരിക്കാനെന്ന വ്യാജേന കഴിഞ്ഞ വർഷം ഫെബ്രുവരി 8-ന് അയ്യാസ് അവളെ നാഗ്പൂരിലെ ഒരു ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി. സംസാരത്തിനിടയിൽ അവൾക്കായി അവൻ കരുതി വെച്ച ജ്യൂസിൽ മാരകമായ ലഹരി മരുന്ന് കലർത്തിയിരുന്നു. അത് കുടിച്ചതും അവൾക്ക് ബോധം നഷ്ടപ്പെട്ടു. ആ അബോധാവസ്ഥയെ അയ്യാസ് തന്റെ ക്രൂരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു. അവളെ പീഡിപ്പിച്ചെന്ന് മാത്രമല്ല, അതിന്റെ ദൃശ്യങ്ങൾ മുഴുവൻ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു. അവൾക്ക് നേരെ പിന്നീട് നീണ്ട 16 മാസങ്ങൾ നീണ്ടുനിന്ന ബ്ലാക്ക് മെയിലിംഗിന്റെ തുടക്കമായിരുന്നു അത്. കണ്ണു തുറന്ന അവൾക്കു മുന്നിൽ അയ്യാസ് തന്റെ യഥാർത്ഥ മുഖം പുറത്തെടുത്തു. കയ്യിലുള്ള അശ്ലീല ദൃശ്യങ്ങൾ വ്യോമസേനയിലുള്ള അവളുടെ ഭർത്താവിനും ബന്ധുക്കൾക്കും അയച്ചു കൊടുക്കുമെന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്നായിരുന്നു ഭീഷണി. മാനഹാനി ഭയന്ന് അവൾ ഒരക്ഷരം പുറത്തു പറയാതെ എല്ലാം സഹിച്ചു. ആ ദൃശ്യങ്ങൾ കാണിച്ച് 16 മാസത്തോളം അവൻ അവളെ നിരന്തരം മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ ഭീഷണിപ്പെടുത്തി ഓൺലൈൻ വഴിയും നേരിട്ടും 3 ലക്ഷത്തിലധികം രൂപയാണ് അവൻ അവളിൽ നിന്ന് തട്ടിയെടുത്തത്. എന്നാൽ ക്രൂരത അവിടെയും തീർന്നില്ല. അയ്യാജിന്റെ സുഹൃത്തായ 30-കാരൻ ആമിൻ ഷെയ്ഖും ഇതേ ദൃശ്യങ്ങൾ കാണിച്ച് അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അവരുടെ ഭീഷണിക്ക് മുന്നിൽ പൂർണ്ണമായും തളർന്ന ആ പെൺകുട്ടിയെ കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ആമിൻ ഷെയ്ഖ് നിർബന്ധിച്ച് മധ്യപ്രദേശിലെ ചിന്ദ്വാരയിലുള്ള തമിയ എന്ന വിദൂര ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തമിയ ഗ്രാമത്തിൽ അവരെ കാത്ത് ഹസ്രത്ത് മൗലാന എന്നൊരു മതപുരോഹിതനുണ്ടായിരുന്നു. അവിടെ വെച്ച് ആ പെൺകുട്ടിയുടെ മേൽ ഭയമുണർത്തുന്ന ചില ആഭിചാര ക്രിയകൾ, ബ്ലാക്ക് മാജിക് നടന്നു. ലഹരി മരുന്നിന്റെയും ആഭിചാര ക്രിയകളുടെയും സ്വാധീനത്തിൽ മനസ്സിന്റെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ട അവളിൽ നിന്നും നിർബന്ധിതമായി അവർ ഇസ്ലാം മതം സ്വീകരിപ്പിച്ചു. തുടർന്ന് അയ്യാസ് താജ് മദാരയുമായി അവളുടെ വ്യാജ നിക്കാഹും ആ പുരോഹിതൻ നടത്തിച്ചു. തന്റെ ഇഷ്ടത്തിനെതിരായി നടന്ന ആ ചടങ്ങുകൾക്ക് ശേഷം വീണ്ടും അവൾ ബലാത്സംഗത്തിന് ഇരയായി. 16 മാസത്തെ നരകയാതനകൾക്കൊടുവിൽ എല്ലാ ഭയവും മാറ്റിവെച്ച് ജൂൺ 12-ന് അവൾ നാഗ്പൂരിലെ സൊനേഗാവ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയ്ക്ക് നേരിടേണ്ടി വന്ന ഈ ക്രൂരത കേട്ട് പോലീസ് ഞെട്ടി. സൊനേഗാവ് പോലീസ് ഒട്ടും സമയം കളയാതെ മുഖ്യപ്രതി അയ്യാസ് താജ് മദാരയും സഹായി ആമിൻ ഷെയ്ഖിനെയും അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്നും കൃത്യത്തിന് ഉപയോഗിച്ച മൊബൈൽ ഫോണുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബലാത്സംഗം, പണം തട്ടിയെടുക്കൽ, ക്രിമിനൽ ഗൂഢാലോചന എന്നീ വകുപ്പുകൾക്ക് പുറമെ മഹാരാഷ്ട്രയിലെ അതീവ കർശനമായ അന്ധവിശ്വാസ നിരോധന നിയമപ്രകാരവും ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. നിലവിൽ വ്യാജ നിക്കാഹിന് നേതൃത്വം നൽകിയ ശേഷം മധ്യപ്രദേശിലേക്ക് കടന്നുകളഞ്ഞ 3-ാം പ്രതി ഹസ്രത്ത് മൗലാനയ്ക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. നീണ്ട 16 മാസത്തെ ഇരുട്ടറയിൽ നിന്നും ആ പെൺകുട്ടി ഇപ്പോൾ നിയമത്തിന്റെ സഹായത്തോടെ നീതിയുടെ വെളിച്ചത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. കേരളത്തിലും ഇന്ത്യയിലാകെയും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന, രാഷ്ട്രീയമായും സാമൂഹികമായും ഏറെ സംവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ള 2 വിഷയങ്ങളാണ് ലവ് ജിഹാദും നിർബന്ധിത മതപരിവർത്തനവും. എന്താണ് ലവ് ജിഹാദ്? പ്രേമം നടിച്ച് പ്രലോഭനങ്ങളിലൂടെയോ ഭീഷണികളിലൂടെയോ ഇതര മതസ്ഥരായ പെൺകുട്ടികളെ ഇസ്ലാം മതത്തിലേക്ക് മാറ്റാൻ ആസൂത്രിതമായി നടത്തുന്ന ശ്രമങ്ങളെയാണ് പൊതുവെ ലവ് ജിഹാദ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഔദ്യോഗിക നിലപാടെന്നാൽ ഇന്ത്യയുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും അന്വേഷണ ഏജൻസികളായ NIA-യും കേരള പോലീസ് എന്നിവരും വിവിധ കോടതികളിൽ നൽകിയ റിപ്പോർട്ടുകൾ പ്രകാരം ലവ് ജിഹാദ് എന്നൊരു പ്രതിഭാസം ഔദ്യോഗികമായി അല്ലെങ്കിൽ ആസൂത്രിതമായ ഒരു പ്രസ്ഥാനമായി നിലവിലുണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലുള്ള നിയമങ്ങളിൽ ഈ വാക്കിനൊരു നിർവചനവുമില്ല. പ്രായപൂർത്തിയായ 2 വ്യക്തികൾക്ക് അവരുടെ ഇഷ്ടപ്രകാരം വിവാഹം കഴിക്കാനും മതം തിരഞ്ഞെടുക്കാനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നുണ്ടെന്ന് കോടതികൾ പലപ്പോഴും അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ഹാദിയ കേസ്. എന്നാൽ വ്യക്തിപരമായ താല്പര്യങ്ങളാൽ നടക്കുന്ന ചില മതമാറ്റ വിവാഹങ്ങൾ വലിയ സാമൂഹിക കുടുംബ തർക്കങ്ങൾക്ക് കാരണമാകാറുണ്ട്.
ഇനി നിർബന്ധിത മതപരിവർത്തനം എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 25 പ്രകാരം ഏതൊരു പൗരനും തനിക്ക് ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശമുണ്ട്. എന്നാൽ ഇതിൽ നിർബന്ധിത മതപരിവർത്തനം ഉൾപ്പെടുന്നില്ല. ഭീഷണിപ്പെടുത്തിയോ പണം നൽകിയോ മയക്കുമരുന്ന് നൽകിയോ ബ്ലാക്ക് മെയിൽ ചെയ്തോ അല്ലെങ്കിൽ വ്യാജ വാഗ്ദാനങ്ങൾ നൽകിയോ ഒരാളെ മതം മാറ്റുന്നത് ഇന്ത്യയിൽ ശിക്ഷാർഹമായ കുറ്റമാണ്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, കർണാടക, ഗുജറാത്ത് തുടങ്ങിയ പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും നിർബന്ധിത മതപരിവർത്തനവും വിവാഹത്തിന് വേണ്ടിയുള്ള മാത്രം മതപരിവർത്തനവും തടയുന്നതിനായി കർശനമായ മതസ്വാതന്ത്ര്യ നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ട്. മുൻപ് സൂചിപ്പിച്ച നാഗ്പൂർ കേസിൽ യുവതിയെ പ്രണയം നടിച്ചല്ല ചതിയിൽപ്പെടുത്തിയത്. അവിടെ ലഹരി മരുന്ന് നൽകൽ, ബ്ലാക്ക് മെയിലിംഗ്, ബ്ലാക്ക് മാജിക് എന്നിവയിലൂടെ യുവതിയുടെ സമ്മതമില്ലാതെ ആണ് മതപരിവർത്തനം നടത്തിയത്. അതുകൊണ്ടാണ് പോലീസ് ഇതിനെ നിർബന്ധിത മതപരിവർത്തനമെന്ന് ഗൗരവമേറിയ കുറ്റകൃത്യമായി കണ്ട് പ്രതികൾക്കെതിരെയായ കേസ് ശക്തമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത്. പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹങ്ങളും മതമാറ്റങ്ങളും നിയമപരമായി അനുവദനീയമാണെങ്കിലും ഭീഷണിയുടെയോ ചതിയുടെ പാത സ്വീകരിക്കുന്ന മതപരിവർത്തനങ്ങൾ നിയമത്തിന് മുന്നിൽ കടുത്ത കുറ്റകൃത്യങ്ങളാണ്. ഇത്തരം ചതിക്കുഴികളിൽ നിന്നും ക്രൂരതകളിൽ നിന്നും സമൂഹത്തെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെയും സ്ത്രീകളെയും സംരക്ഷിക്കാൻ ശക്തമായ ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം നൽകേണ്ടത് ഇന്നത്തെ കാലത്ത് അത്യാവശ്യമാണ്. ഇതിന്റെ പ്രധാന ലക്ഷ്യം ഭയപ്പെടുത്തുക എന്നതല്ല, മറിച്ച് സുരക്ഷിതരായിരിക്കാൻ പ്രാപ്തരാക്കുക എന്നതാണ്. ചതിക്കുഴികൾ തിരിച്ചറിയാം. സുരക്ഷാ ഗൈഡ് ഒരു വ്യക്തിയെ മാനസികമായും ശാരീരികമായും തളർത്തി ബ്ലാക്ക് മെയിൽ ചെയ്ത് സ്വന്തം നിയന്ത്രണത്തിലാക്കുന്ന രീതികളെയാണ് ക്രിമിനൽ സൈക്കോളജിയിൽ ഗ്രൂമിംഗ് എന്ന് വിളിക്കുന്നത്. ഇതിനെതിരെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 5 പ്രധാന കാര്യങ്ങളുണ്ട്. അമിത വിശ്വാസം അപകടം. എത്ര പഴയ സുഹൃത്തോ പരിചിതരോ ആണെങ്കിൽ പോലും ബിസിനസ് ആവശ്യങ്ങൾക്കോ മറ്റോ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലോ ഹോട്ടൽ മുറികളിലോ പോയി കാണുന്നത് പരമാവധി ഒഴിവാക്കുക. പൊതുസ്ഥലങ്ങളോ കോഫി ഷോപ്പുകളോ തിരഞ്ഞെടുക്കുക. അപരിചിതരോ അല്ലെങ്കിൽ പൂർണ്ണ വിശ്വാസമില്ലാത്തവരോ തരുന്ന പാനീയങ്ങളോ ഭക്ഷണങ്ങളോ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബ്ലാക്ക് മെയിലിങ്ങിന് കീഴടങ്ങരുത്. നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ചിത്രങ്ങളോ വീഡിയോകളോ കൈവശമുണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ ആദ്യ തവണ തന്നെ നോ എന്ന് പറയുക. അവരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുത്താൽ ഭീഷണി ഒരിക്കലും അവസാനിക്കില്ല. പകരം അവരുടെ ക്രൂരതകൾ കൂടി വരികയുള്ളൂ. ഓർക്കുക, ഡിജിറ്റൽ യുഗത്തിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിയമപരമായി കടുത്ത ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ്. IT ആക്ട് 67 പ്രകാരം. തെറ്റ് ചെയ്തത് നിങ്ങളല്ല, ബ്ലാക്ക്മെയിൽ ചെയ്യുന്നവരാണ്. മൂന്നാമതായി, ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുക. വാട്സാപ്പ് ചാറ്റുകൾ, ഓഡിയോ സന്ദേശങ്ങൾ, ഫോൺ കോളുകൾ എന്നിവയൊന്നും ഭയം കാരണം ഡിലീറ്റ് ചെയ്യരുത്. ഇവയുടെ സ്ക്രീൻഷോട്ടുകളും റെക്കോർഡിങ്ങുകളും സുരക്ഷിതമായി സൂക്ഷിക്കുക. പോലീസിന് പ്രതികളെ പൂട്ടാൻ ഏറ്റവും ആവശ്യമുള്ളതും ഈ തെളിവുകളാണ്. മന്ത്രവാദവും ഹിപ്നോസിസും ഒരു ഭയപ്പെടുത്തൽ മാത്രം ആണ്. നാഗ്പൂർ കേസിൽ കണ്ടതുപോലെ ചില മന്ത്രങ്ങൾ ചൊല്ലി ഊതുകയോ ചില ദ്രാവകങ്ങൾ കുടിപ്പിക്കുകയോ ചെയ്ത് നിങ്ങൾ ഇപ്പോൾ എൻ്റെ നിയന്ത്രണത്തിലാണ്, ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ ദൈവകോപം ഉണ്ടാകും, നാശമുണ്ടാകും എന്ന് വിശ്വസിപ്പിക്കുന്നത് ഇരകളിൽ കടുത്ത മാനസിക ഭയം ഉണ്ടാക്കാനാണ്. ഇതിന് പിന്നിലെ ശാസ്ത്രം, ലഹരി മരുന്നിൻ്റെ സ്വാധീനവും നിങ്ങളുടെ ഭയവുമാണ്. ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് മുന്നിൽ മാനസികമായി തളരരുത്. ഇനി 5ാമതായിട്ട് പറയാനുള്ളത്, സഹായം തേടാൻ മടിക്കരുത്. ഇത്തരം കെണിയിൽ അകപ്പെട്ടു പോയാൽ അത് പങ്കുവയ്ക്കാൻ പറ്റിയ ഒരാളോട് തുറന്നു പറയുക. ആരുമില്ലെങ്കിൽ നേരിട്ട് പോലീസിനെയോ വനിതാ ഹെൽപ്പ് ലൈനെയോ സമീപിക്കുക. അടിയന്തര സഹായത്തിന് ബന്ധപ്പെടാം. വനിതാ ഹെൽപ്പ് ലൈൻ കേരള പോലീസിൻ്റെ നമ്പറാണ് 95123. ദേശീയ വനിതാ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 181. പോലീസ് അടിയന്തര സഹായത്തിനായിട്ട് 112 വിളിക്കാം. സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1930. ഈ നമ്പറിലും വിളിക്കാം. മാനം പോകുമെന്ന് ഭയന്ന് നമ്മൾ നിശബ്ദരായിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് ആ വേട്ടക്കാരാണ്. ഭയമല്ല, നിയമത്തോടുള്ള വിശ്വാസമാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.